എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. NSSുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്പനെയിൽ കണ്ടതുപോലെ NSSൻ്റെ ഇൻ്റർവ്യൂവിന് എങ്ങനെ സംസാരിക്കണമെന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് NSSലേക്ക് കുട്ടികളെ എടുക്കുന്നത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നടത്തും, അല്ലെങ്കിൽ രണ്ടും കൂടെ നടത്തും. ഓക്കെ, അതിൽ ഇൻ്റർവ്യൂ ഉള്ള സ്കൂളിലെ കുട്ടികൾ കാണേണ്ട ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ഇൻ്റർവ്യൂവിന് എങ്ങനെ സംസാരിക്കണം, ഇൻ്റർവ്യൂവിന് എങ്ങനെ എന്തൊക്കെ ചോദിക്കാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഒരു കാര്യം പോലും സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണാം. ഓക്കെ, NSSൻ്റെ ഇൻ്റർവ്യൂവിന് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. NSSൻ്റെ ഇൻ്റർവ്യൂവിന് പൊതുവേ NSSുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകൾ ചോദിക്കുന്നത് കുറവാണ്. ഓക്കെ, അത് പ്രധാനമായും റിട്ടേൺ ടെസ്റ്റ് നടത്തിയായിരിക്കും ചോദിക്കുക. ഇൻ്റർവ്യൂവിന് NSS സ്ഥാപിതമായത് എന്ന്, NSSൻ്റെ ഡേ എന്ന്, അല്ലെങ്കിൽ NSS ചിഹ്നത്തിലെ ചിഹ്നം എന്തിൽ നിന്ന് കടമെടുത്തതാണ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പൊതുവെ കുറവായിരിക്കും. റിട്ടേൺ ടെസ്റ്റ് ഉള്ള, അതായത് ഇൻ്റർവ്യൂവും റിട്ടേൺ ടെസ്റ്റും രണ്ടും ഉള്ള സ്കൂളുകളിൽ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകാറേ ഇല്ല. ഇനി റിട്ടേൺ ടെസ്റ്റ് ഇല്ലാത്ത സ്കൂളിലാണെങ്കിൽ ഇത്തരത്തിലുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അതിനും കൂടി പ്രിപ്പയർ ആയിട്ട് വേണം NSSൻ്റെ ഇൻ്റർവ്യൂവിന് പോകാൻ. സോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അത് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ആ വീഡിയോ കൂടി കണ്ടിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകാം. ഓക്കെ, ഇനി ഇൻ്റർവ്യൂവിന് നിങ്ങൾ എങ്ങനെ സംസാരിക്കണം എന്നത് ആദ്യം പറഞ്ഞുതരാം. ഇൻ്റർവ്യൂവിന് നിങ്ങൾ കോൺഫിഡൻ്റ് ആയി സംസാരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ആകാശത്തിന് കീഴിൽ എന്ത് ചോദിച്ചാലും എനിക്ക് ഉത്തരം പറയാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസിൽ സംസാരിക്കണം. അതൊന്നും ആർക്കും പറ്റൂല. നമ്മളതാണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. ഇതൊക്കെയാണ് ഇൻ്റർവ്യൂവിന് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ എന്ന് നിങ്ങളൊന്ന് കാണിച്ചു കൊടുത്താൽ മതി. അല്ലാതെ ചെന്നുടനെ അതെന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ടോ, അല്ലെങ്കിൽ ഞാൻ NSSൽ ചേരണത്, ഇത്തരത്തിൽ നിങ്ങൾ പേടിച്ചുള്ള രീതിയിൽ വിക്കി സംസാരിക്കരുത്. കോൺഫിഡൻ്റ് ആയിട്ട് മറുപടി പറയുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഒന്നാമത്തെ ടിപ്പ്, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ പറ്റും? ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. എങ്ങനെ പ്രാക്ടീസ് ചെയ്യും? ഞാൻ NSSൻ്റെ ഇൻ്റർവ്യൂവിലാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ കണ്ണാടിയുടെ മുമ്പേക്ക് പോയിന്ന് ഒന്ന് സംസാരിച്ച് നോക്കി, പ്രാക്ടീസ് ചെയ്തിട്ട് NSSൻ്റെ ഇൻ്റർവ്യൂവിന് പോവുക. ഓക്കെ, സോ ആദ്യത്തെ ടിപ്പ്, കോൺഫിഡൻ്റ് ആയിരിക്കണം, വിൽക്കരുത്, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇനി NSSൻ്റെ ഇൻ്റർവ്യൂവിന് എന്ത് പറയണമെന്നുള്ളതാണല്ലോ. ഞാൻ NSSൻ്റെ ഇൻ്റർവ്യൂവിന് പ്രധാനമായിട്ടും ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യത്തെ ചോദ്യം, ക്ലീഷേ ചോദ്യം, ഏത് NSSൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എന്തിന് NSSൽ ചേർന്നു? ഓക്കെ, അതിന് സൂക്ഷിച്ചും കണ്ടും മറുപടി പറയണം. വലിയ സത്യസന്ധനാവാൻ നിൽക്കരുത്. ഓക്കെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ NSSൻ്റെ ഇൻ്റർവ്യൂ ബോർഡിലുള്ള ആൾ ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ NSSൽ ചേർന്നത്? ഉടനെ ആൻസർ, ഞാൻ NSSൻ്റെ ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ടാണ് NSSൽ ചേർന്നത്. ഉടനെ അപ്പുറത്തുനിന്ന് റിപ്ലൈ വരും, നീ എഴുന്നേറ്റ് പൊയ്ക്കോ, നിന്നെ ഇവിടെ വേണ്ട. അത്തരത്തിലുള്ള സത്യങ്ങളൊന്നും നമ്മൾ വിളിച്ച് പറയരുത്. നമുക്കിവിടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്നത് സെലക്ഷൻ കിട്ടുക എന്നുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് NSSൻ്റെ ഗ്രേസ് മാർക്കാണ് ലക്ഷ്യമെങ്കിൽ കൂടിയും പറയുക, സാർ ഞാൻ സാമൂഹ്യ സേവനത്തിൽ വളരെ ഇൻട്രസ്റ്റഡ് ആണ്, സാർ ഞാൻ NSSൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ്, എനിക്കത് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്, 2 വർഷം NSSൻ്റെ ഭാഗമായി നിന്നാലേ എനിക്ക് പറ്റത്തുള്ളൂ, എൻ്റെ അതിയായിട്ടുള്ള ആഗ്രഹമാണ്, ഇതാണ് ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്ത് വയ്ക്കുക. വെറുതെ ചെന്നിട്ട് എനിക്ക് ഗ്രേസ് മാർക്ക് വേണം, എനിക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ വയ്യ എന്നുള്ള സത്യങ്ങളൊന്നും വിളിച്ച് പറയരുത്. ഓക്കെ, സോ ഇത്തരത്തിൽ ചില നുണകൾ കൂടി നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. മറ്റൊരു ടിപ്പാണ്. ഓക്കെ, പൂർണ്ണമായി സത്യസന്ധമായിട്ട് വിളിച്ച് പറയരുത്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലൊരു വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിരുന്നു, NSSൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ടിപ്സായിട്ട്. അപ്പോൾ ഒരാളതിൽ കമൻ്റ് ഇട്ടതാണ്, ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് വന്നിട്ട് കമൻ്റ് ഇട്ടതാണ്, എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിന് ചോദിച്ചു എന്തിനാണ് ഹ്യൂമാനിറ്റീസ് എടുത്തതെന്ന്. ഞാൻ പറഞ്ഞു കൊമേഴ്സ് കിട്ടാത്തതുകൊണ്ട് പോയി എടുത്തു എന്ന്. ആ കമൻറ്റ് വായിച്ച് ഞാൻ സത്യമായി ചിരിച്ചു പോയി. പക്ഷേ അത്തരത്തിലുള്ള റിപ്ലൈസ് ഒന്നും കൊടുക്കരുത്. ഓക്കെ, അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കണം. അല്ലാതെ നീ എന്തിനാ ഹ്യൂമാനിറ്റീസ് എടുത്തെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കൊമേഴ്സ് സയൻസ് കിട്ടില്ല അതുകൊണ്ട് ഞാൻ വന്ന് കയറി എന്നൊന്നും പറയരുത്. അതൊരു റെസ്പെക്റ്റ് ഇല്ലാത്ത പരിപാടിയല്ലേ. സോ റെസ്പെക്റ്റ്ഫുള്ളായി സംസാരിക്കുക, കോൺഫിഡൻ്റ് ആയി സംസാരിക്കുക, NSSൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുക. അവിടെ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യുന്നൊരു കാര്യമാണ് ഇൻ്റർവ്യൂവിൽ, നിങ്ങൾ ഇതിനകത്ത് ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ടാണോ ചേർന്നത് എന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളിതിൽ ഗ്രേസ് മാർക്കിന് വേണ്ടി അല്ല ചേർന്നത് എന്നൊരു ബോധ്യം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുക, കോൺഫിഡൻ്റ് ആയി സംസാരിക്കുക. ഓക്കെ, ഇനി NSSൻ്റെ ഇൻ്റർവ്യൂവിന് ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, നിങ്ങൾ സാമൂഹ്യ സേവനത്തിൽ താല്പര്യമുണ്ടോ? എന്തൊക്കെ സാമൂഹ്യ സേവനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്? അപ്പോൾ
അപ്പോൾ ജസ്റ്റ് ഒന്ന് തള്ളിയൊക്കെ വിട്ടേക്കാം. ഓക്കെ, ഞാനത് ചെയ്തു, ഞാൻ എന്താ രോഗമുള്ള ഒരു മനുഷ്യന് വേണ്ടി പണ്ട് സഹായം ചെയ്തിട്ടുണ്ട്, ഞാൻ മുൻപ് പഠിച്ച സ്കൂളിലെ കൂട്ടുകാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പൈസ പിരിച്ച് അയാൾക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ അത് എന്താ ക്ലബിൻ്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും വൃത്തിയാക്കിയിട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭാഗമാണെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ സത്യവും കുറച്ചൊന്ന് ഗ്രേവിയൊക്കെ ചേർത്ത് തള്ളിമറിച്ച് വിടുക. ഓക്കെ, വിശ്വസനീയമായ രീതിയിൽ പറയണം. പറയുമ്പോൾ അങ്ങ് മറ്റേ ഞാൻ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളെ സംരക്ഷിക്കാൻ വേണ്ടി ആമസോൺ വനത്തിൽ പോയിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള വൻ സത്യങ്ങളൊന്നും പറഞ്ഞു കളയരുത്. അവർ കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് ഗ്രേവിയൊക്കെ ചേർത്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞൊപ്പിക്കുക. ഓക്കെ, അവർക്ക് തോന്നണം നിങ്ങൾക്ക് സാമൂഹ്യ സേവനത്തിൽ ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾ NSSൽ ഇൻട്രസ്റ്റഡ് ആണ്, ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ ചേർന്നിട്ടുള്ളത്, നിങ്ങൾക്ക് നോളജ് ഉണ്ട്, പ്ലസ് നിങ്ങൾക്ക് സ്പീക്കിംഗ് സ്കിൽസ് ഉണ്ട്, നിങ്ങൾ സത്യസന്ധനാണെന്ന് തെളിയിച്ചു കൊടുക്കണം. ഓക്കെ, നിങ്ങളെങ്ങനെ സത്യസന്ധനാണെന്ന് തെളിയിക്കാം? നിങ്ങൾക്ക് NSS ഇൻ്റർവ്യൂവിന് മുമ്പായിട്ടൊരു ഫോം തരും. അത് ഗൂഗിൾ ഫോമോ അല്ലെങ്കിൽ ഒറിജിനൽ പേപ്പറിലെ ഫോമോ ആയിരിക്കും. ഈ ഫോമിൽ നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണെന്ന് എഴുതി കൊടുക്കേണ്ടി വരും. ആ ഹോബീസ് സത്യസന്ധമായി അല്ലാതെ എഴുതരുത്. അല്ലെങ്കിൽ പാട്ട് പാടാൻ ഒരു കഴിവുമില്ലാത്തവൻ പാട്ട് പാടുന്നതാണ് എൻ്റെ ഹോബി എന്ന് എഴുതി കൊടുക്കരുത്. കാരണം ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ നിങ്ങളടുത്ത് ഉറപ്പായിട്ടും ഹോബിയായിട്ട് കൊടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറയും. മെജോറിറ്റി ഓഫ് സ്കൂളുകളിലും ചെയ്യാൻ പറയും. അതായത് ഇങ്ങനെ ചോദിക്കും, ചിലപ്പോൾ ഹോബീസിൽ പാട്ട് പാടുന്നതായിരിക്കും എഴുതി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ചോദിക്കും ഇന്ന ആളുടെ, അപ്പോൾ ആദിത്യൻ്റെ ഹോബി പാട്ട് പാടുന്നതായിട്ടാണ് തന്നിട്ടുള്ളത്, ആദിത്യനൊരു പാട്ട് പാടി എന്ന് പറയുമ്പോൾ മറ്റുള്ളൊരു സിനിമയിലെ പോലെ ഹമേം തുംസെ പ്യാരെ കിത്തൻ എന്നൊന്ന് പാടി വെച്ചാൽ അവർക്ക് മനസ്സിലാവും ഇത് നുണയാണെന്ന്. സോ ഹോബീസിൽ നുണ എഴുതി കൊടുക്കരുത്. സത്യസന്ധമായ ഹോബീസ് മാത്രം എഴുതി കൊടുക്കുക, അതവിടെ ചെയ്ത് കാണിക്കേണ്ടി വരും. ഓക്കെ, സോ അങ്ങനെ സത്യസന്ധത കാണിക്കാൻ പറ്റും. പിന്നെ ഹോബീസിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കൊടുക്കുക, വരയ്ക്കാനോ എഴുതാനോ ഒക്കെ. ഓക്കെ, ദെൻ ഒരു രസമുള്ളൊരു കാര്യം പറഞ്ഞുതരാം. ഹോബീസിൽ മാക്സിമം ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ഹോബീസ് ഇല്ലാത്തവരാണെങ്കിൽ റീഡിങ് അങ്ങ് എഴുതി വെച്ചേക്കാം. ഓക്കെ, റീഡിങ് ഹോബിയായിട്ട് എഴുതി വെച്ചാൽ നിങ്ങൾ ഇൻ്റർവ്യൂവിന് ചോദിക്കുക വായനയാണല്ലേ ഹോബി, വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണ്? ഓക്കെ, അങ്ങനെ പറയുമ്പോൾ ഏതെങ്കിലും നല്ലൊരു ക്ലാസിക് പുസ്തകം, ദ ബെസ്റ്റ് എക്സാമ്പിൾ ആൽക്കമിസ്റ്റ് പോലൊരു പുസ്തകം അങ്ങ് പറയുക. ഓക്കെ, ആൽക്കമിസ്റ്റ് എന്നൊരു പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ പറയുക. അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുള്ളതിൽ ഒരു സ്റ്റാൻഡേർഡുള്ള പുസ്തകം ഏതാണെന്ന് വെച്ചാൽ അത് പറയുക. അല്ലാതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം മറ്റേ റാം കെയർ ഓഫ് ആനന്ദിയാണെന്നൊന്നും പറഞ്ഞുകളയരുത്. മീൻസ് അതൊരു പൈൻലി നോവൽ ടൈപ്പ് അല്ലേ. ഞാൻ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പറയാം ആൽക്കമിസ്റ്റ്. അത് വായിച്ചിട്ടില്ലെങ്കിലും അതങ്ങ് പറഞ്ഞു, അതിനെക്കുറിച്ച് കുറച്ച് കാര്യമൊക്കെ അങ്ങ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ആരാണ് എഴുതിയത്, പിന്നെ അതിൻ്റെ ഒരു സമ്മറിയൊക്കെ എവിടെന്നെങ്കിലും വായിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ബുക്ക്, ക്ലാസിക് ബുക്ക് എഴുതി വെച്ചേക്കുക. ഇഷ്ടമുള്ള ബുക്കായിട്ട് പറയുക. അതിൻ്റെ ഒരു സമ്മറിയെ പറ്റി ഒരു നോളജ് ഉണ്ടായിരിക്കുക, എങ്കിൽ അങ്ങ് തള്ളി മറിച്ച് വയ്ക്കുക. ഓക്കെ, സോ അത് നിങ്ങൾ വേറെ ഇൻട്രസ്റ്റിംഗ് ഹോബീസ് ഇല്ലെങ്കിൽ എഴുതാൻ പറ്റിയൊരു കാര്യമാണ് റീഡിങ്. ഏതെങ്കിലും ഒരു ക്ലാസിക് ബുക്ക്, ഏറ്റവും ഇഷ്ടമുള്ള ബുക്കെന്ന് പറഞ്ഞ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചുകൊണ്ട് പോകാം. മറ്റൊരു ടിപ്പും കൂടെ ആയില്ലേ. ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ കഴിവ് കണക്കിരിക്കും. വലിയ പ്രാക്ടീസൊക്കെ ആയിട്ട് പോയിട്ട് അവിടെ ചെന്ന് ടെൻഷൻ അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. സോ ടെൻഷൻ ഇല്ലാതെ പറയുക, സത്യസന്ധമായി പറയാൻ നോക്കുക. ഇനി അങ്ങനെ പറഞ്ഞാൽ ഒരു തരത്തിലും എനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ കുറച്ച് ഗ്രേവിയൊക്കെ ചേർത്ത് കുറച്ച് കള്ളങ്ങളൊക്കെ പറയുക. ബിക്കോസ് നമുക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഈ കള്ളത്തരമൊക്കെ പറഞ്ഞ് NSS ചേർന്ന ശേഷം എനിക്ക് സാമൂഹ്യ സേവനം നടത്താൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വന്നാൽ അതിൽ നിന്ന് നിങ്ങളെ ചവിട്ടി വെളിയിലാക്കും. ഓക്കെ, നടക്കുന്ന കാര്യമാണ്, അതിൽ നിന്ന് പുറത്താക്കും നിങ്ങളെ. സോ അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ NSS ചേരാൻ പോകരുത്. നിങ്ങൾക്ക് NSS താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേരുക. അതിലെ പ്രവർത്തനം കൃത്യമായിട്ട് പോകാൻ പറ്റുമെങ്കിൽ മാത്രം ചേരുക. NSSൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഉൾപ്പെടുത്തിയൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, അത് ഐ ബട്ടണിൽ കൊടുത്തേക്കാം. പിന്നെ നമ്മളിവിടെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ പാസ്റ്റ് മാത്രമാണ്. ഓക്കെ, പാസ്റ്റിൽ നിങ്ങളൊരു പരിപാടിക്കും പോയിട്ടില്ല, സമൂഹമായിട്ട് ഒരു ബന്ധമില്ല, നിങ്ങൾ ഇൻട്രോവേർട്ട് ആണെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്ന് ഇൻ്റർവ്യൂവിന് മറച്ചു വയ്ക്കുന്നു. ഇത്രയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ടിപ്സ് എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കോൺഫിഡൻ്റ് ആയിരിക്കുക. വിജയ് പറയുമ്പോൾ കോൺഫിഡൻ്റ് ആയിരിക്കും സാർ, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ആകാശത്തിൻ്റെ ചോട്ടിൽ ഏത് കാര്യവും നമുക്ക് പറയാൻ പറ്റുമെന്ന് കൺവിൻസ് ചെയ്യുക. സാമൂഹ്യ സേവനത്തിലൊക്കെ വലിയ താല്പര്യമുള്ള ആളാണെന്ന് കാണിക്കുക. ഹോബീസ് കറക്റ്റ് കൊടുക്കുക. ഒരു ഹോബി ഇല്ലെങ്കിൽ റീഡിങ് കൊടുക്കുക. ഏതെങ്കിലും കട്ടിയുള്ള ഒരു ബുക്കിൻ്റെ സമ്മറി പിടിച്ചുകൊണ്ട് പോവുക. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം എന്ന് പറയാം. പിന്നെ അവർക്ക് തർക്കുത്തരം പറഞ്ഞു കൊടുക്കാതിരിക്കുക. ഏത് സ്ട്രീം എടുത്തു, എന്തിനെടുത്തു എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. അതിനൊക്കെ കൃത്യമായിട്ട് കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ ഉത്തരങ്ങൾ പറയുക. ഓക്കെ, അൾട്ടിമേറ്റ്ലി കോൺഫിഡൻ്റ് ആയിരിക്കുക. സാമൂഹ്യ സേവനത്തിൽ താല്പര്യമുണ്ടെന്ന് കാണിക്കുക.
നിങ്ങൾ കള്ളം പറയുകയാണെന്ന് തോന്നിക്കാതിരിക്കുക. നിങ്ങൾ NSS ചേരുന്ന ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ടാണെന്ന് തോന്നിക്കാതിരിക്കുക. എല്ലാവരും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ചേരുന്നത്. അതൊരു മറ്റൊരു യാഥാർത്ഥ്യം. 100 പേരെടുത്താൽ 99 പേരും അതിൽ ചേരുന്നത് ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ടാണ്. അത് ആ ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവർക്കും അറിയാം. പക്ഷേ അതങ്ങനെ അല്ല എന്നുള്ള രീതിയിൽ അവരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നവർക്കാണ് സെലക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇത്രയാണ് പറയാനുള്ളത്. ഇനി ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മതി. ക്വസ്റ്റ്യൻസ് NSSൻ്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാം. NSSനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് NSSൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്, അതും കാണുക. വേറെ എന്തെങ്കിലും ഡൗട്ട് NSSുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മതി. ഞാൻ കുറേ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ആക്കാം, അല്ലെങ്കിൽ കമൻറ്റിൽ തന്നെ റിപ്ലൈ തരാം. ഓക്കെ, സോ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.